ഗവൺമെൻറ് ITI മലമ്പുഴയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഷമീർ, ഷീറ്റ് മെറ്റൽ വർക്കർ ട്രേഡിലെ ഗസ്റ്റ് ഇൻസ്ട്രക്ടറാണ്. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് മെറ്റൽ ജോയിനിങ് മെത്തേഡിനെ കുറിച്ചാണ്. ഇൻ ഇൻഡസ്ട്രി, എവറി വർക്കർ ഈസ് വർക്കിംഗ് ഫോർ ചേഞ്ചിങ് ദ ഷേപ്പ് ഓഫ് മെറ്റൽസ് ബൈ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ആൻഡ് മെഷീൻസ്. ഇന്ന് നമുക്ക് ചുറ്റും ഒരുപാട് ഇൻഡസ്ട്രീസും അവിടങ്ങളിൽ ഒരുപാട് വർക്കേഴ്സും ഉണ്ട്. ഡിഫറെൻറ്റ് മെത്തേഡ്സും മെഷീൻസും ഉപയോഗിച്ച് പലതരത്തിലുള്ള മെറ്റൽസിൻ്റെ ഷേപ്പ് മാറ്റുകയാണ് ഇൻഡസ്ട്രീസിൽ എല്ലാ വർക്കേഴ്സും ഇന്ന് ചെയ്യുന്നത്. ഫോർജിങ്, മോൾഡിംഗ് അല്ലെങ്കിൽ കാസ്റ്റിംഗ്, കട്ടിംഗ്, ജോയിനിങ് എന്നിവ മെറ്റലിൻ്റെ ഷേപ്പ് മാറ്റുന്നതിനായി സാധാരണയായി ഉപയോഗിക്കുന്ന ചില മെത്തേഡുകളാണ്. Forging. This is a method used for changing the shape of metals by heating the metal in a forge and then hammering it on a anvil. മെറ്റലിൻ്റെ ഷേപ്പ് ചേഞ്ച് ചെയ്യുന്നതിനായി ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ഫോർജിങ് എന്ന് പറയുന്നത്. ഫോർജിങ് എന്ന് പറയുന്നത് ആലപ്പണി അല്ലെങ്കിൽ കൊല്ലപ്പണി എന്നുള്ളതാണ്. നമ്മളെല്ലാവരും നേരിട്ടോ അല്ലെങ്കിൽ പല വീഡിയോകളിലോ കണ്ട് പരിചയമുള്ള ഒരു പ്രോസസ്സ് തന്നെയാണ് ഫോർജിങ് എന്ന് പറയുന്നത്. ഫോർജിങ് എന്ന പ്രോസസ്സിൽ ചെയ്യുന്നത് ഒരു ഫോർജ് അല്ലെങ്കിൽ കൊല്ലൻ്റെ ആലയിൽ വെച്ച് ഒരു മെറ്റലിനെ ചുവന്ന നിറത്തിലോട്ട് ചൂടാക്കിയെടുക്കുന്നു. അതിനുശേഷം ഒരു അൻവിലിൽ വെച്ച് ഹാമറിങ് ചെയ്ത് ഷേപ്പ് മാറ്റിയെടുക്കുകയാണ്. പഞ്ച്, ചിസല് എന്നിവ ഉണ്ടാക്കുന്നത് ഫോർജിങ്ങിന് ഒരു എക്സാമ്പിളായി നമുക്ക് പറയാം. ഫോർജിങ് പ്രോസസ്സ് വഴി മെറ്റലിൻ്റെ ഷേപ്പ് മാറ്റിയെടുക്കുന്നവരെ ബ്ലാക്ക് സ്മിത്ത് എന്ന് പറയുന്നു. ബ്ലാക്ക് സ്മിത്ത് എന്ന് വെച്ചാൽ കൊല്ലൻ അല്ലെങ്കിൽ ഇരുമ്പ് പണിക്കാരൻ എന്നാണ്. ഫോർജിങ് പ്രോസസ്സ് വഴി ഒരു മെറ്റലിൻ്റെ ഷേപ്പ് ചേഞ്ച് ചെയ്യുന്ന ഒരു വീഡിയോ നമുക്ക് കാണാം. Molding bar casting. In this method, shape of metal is changed by melting the metal into liquid form and then pouring the molten metal into molds. The poured metal take the shape as per the mold after cooling. മോൾഡിംഗ് അല്ലെങ്കിൽ കാസ്റ്റിങ്ങിൽ ചെയ്യുന്നത് ഓൾറെഡി തയ്യാറാക്കി വെച്ചിരിക്കുന്ന മോൾഡിലേക്ക്, അതായത് അച്ചിലോട്ട് ഹീറ്റ് ചെയ്ത് ലിക്വിഡ് ഫോമിലാക്കിയ മെറ്റൽ ഒഴിക്കുന്നു. ഈ ഒഴിച്ച മെറ്റൽ തണുക്കുമ്പോൾ മോൾഡിൻ്റെ ഷേപ്പിൽ ആവുന്നു. ബെഞ്ച് വൈസ്, മെഷീൻ ബെഡ്, ഫ്രൈയിങ് പാൻസ്, അലുമിനിയം പ്രഷർ കുക്കർ എന്നിവ മോൾഡിംഗ് വഴി ഉണ്ടാക്കുന്നവയാണ്. ഈ പ്രോസസ്സിലെല്ലാം ഉണ്ടാകുന്നത് ഒരു ഷേപ്പിൽ ഉള്ള മെറ്റലിനെ വേറെ ഷേപ്പിലോട്ട് മാറ്റുകയാണ്. നാം ഈ കാണുന്നത് ഒരു പാറ്റേണും കാസ്റ്റിംഗ് സാൻഡും ഉപയോഗിച്ച് ഒരു മോൾഡ് ഉണ്ടാക്കിയെടുക്കുന്നതും ആ മോൾഡിലോട്ട് മോൾട്ടൺ മെറ്റൽ ഒഴിച്ച് ഒരു മെറ്റൽ പാർട്ട് കാസ്റ്റിങ്ങിലൂടെ ഉണ്ടാക്കിയെടുക്കുന്നതുമായ ഒരു വീഡിയോ ആണ്.
In this method, shape of metal is changed by cutting the extra material from a metal piece as per our requirement. ഈ മെത്തേഡിൽ മെറ്റലിൻ്റെ ഷേപ്പ് മാറ്റിയെടുക്കുന്നത് നമുക്ക് ആവശ്യമില്ലാത്ത എക്സ്ട്രാ ആയി വരുന്ന മെറ്റീരിയൽ മെറ്റൽ പീസിൽ നിന്നും കട്ട് ചെയ്ത് എടുക്കുന്നത് വഴിയാണ്. ഫിറ്റിംഗ്, ടേണിംഗ്, മെഷീനിങ്, ഷിയറിംഗ്, ഗ്യാസ് കട്ടിംഗ് എന്നിവ കട്ടിങ്ങിന് എക്സാമ്പിളാണ്. അടുത്തതായി നമുക്ക് നോക്കാനുള്ളത് ജോയിനിങ് ആണ്. The art of joining metal is about 3000 years old. In this method, the shape of the metal is changed by joining two or more pieces of metals as per our requirement. ജോയിനിങ് മെറ്റൽ ആർട്ടിന് 3000 വർഷത്തോളം പഴക്കമുണ്ട്. ജോയിനിങ് മെത്തേഡിൽ ഒരു മെറ്റലിൻ്റെ ഷേപ്പ് മാറ്റുന്നത് രണ്ടോ അതിലധികമോ മെറ്റൽ പീസുകൾ ആവശ്യമായ രീതിയിൽ ജോയിൻ ചെയ്യുന്നത് വഴിയാണ്. മേക്കിംഗ് എ ചെയർ, വെൽഡിംഗ് ടേബിൾ, ബ്രിഡ്ജ്, ബസ് ബോഡി, ടിൻ കണ്ടെയ്നർ, ഓയിൽ ക്യാൻ എന്നിവ ജോയിനിങ് വഴി മെറ്റലിൻ്റെ ഷേപ്പ് മാറ്റുന്നതിന് എക്സാമ്പിളാണ്. റിവറ്റിംഗ്, ബോൾട്ടിംഗ്, സീമിംഗ്, ഹൂക്കിംഗ് ബാർ, ഷോൾഡറിംഗ്, ബ്രാസിംഗ്, വെൽഡിംഗ് എന്നിവ കോമൺലി യൂസ്ഡ് മെറ്റൽ ജോയിനിങ് മെത്തേഡ്സ് ആണ്. Riveting is a method of joining by drilling a common hole in overlapped pieces and then fastening them by putting a rivet and hammering. റിവറ്റിംഗ് എന്ന് പറയുന്നത് ഒരു മെറ്റൽ ജോയിനിങ് മെത്തേഡാണ്. ഓവർലാപ്പ് ആയിട്ടുള്ള രണ്ട് മെറ്റൽ പീസുകളെ ജോയിൻ ചെയ്യാൻ വേണ്ടിയാണ് റിവറ്റിംഗ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓവർലാപ്പ് ആയിട്ടുള്ള രണ്ട് മെറ്റൽ പീസുകളിൽ കോമൺ ആയി ഒരു ഹോൾ ഉണ്ടാക്കുകയും ആ ഹോളിൽ ഒരു റിവറ്റ് വയ്ക്കുകയും ചെയ്യുന്നു. ഹാമറിംഗ് ചെയ്ത് ഹെഡ് ഫോം ചെയ്യുന്നത് വഴി രണ്ട് മെറ്റൽ പീസുകൾ ജോയിൻ ആവുന്നു. റിവറ്റ് ഹെഡ് കട്ട് ചെയ്തു കളയുന്നത് വഴി രണ്ട് മെറ്റൽ പീസുകളെ വേർതിരിക്കാനും കഴിയും. അടുത്ത മെറ്റൽ ജോയിനിങ് മെത്തേഡ് എന്ന് പറയുന്നത് അസംബ്ലിംഗ് വിത്ത് ബോൾട്ടാണ്. ഇത് റിവറ്റിങ്ങിന് സിമിലറായ ഒരു മെറ്റൽ ജോയിനിങ് മെത്തേഡാണ്. ഇവിടെ റിവറ്റിന് പകരം രണ്ട് മെറ്റൽ പീസുകളിൽ ഉണ്ടാക്കിയിരിക്കുന്ന കോമൺ ആയിട്ടുള്ള ഹോള് ഒരു നെട്ടും ബോൾട്ടും ഉപയോഗിച്ച് ടൈറ്റ് ചെയ്യുന്നു. അതുവഴി രണ്ട് മെറ്റൽ പീസുകളിൽ ജോയിൻ്റ് ആവുന്നു. നെറ്റ് അൺസ്ക്രൂ ചെയ്യുന്നത് വഴി വളരെ പെട്ടെന്ന് തന്നെ ഇത്തരം ജോയിൻറ്റുകൾ അയക്കാവുന്നതാണ്. സീമിംഗ്. ദിസ് മെത്തേഡ് ഈസ് യൂസ്ഡ് ഫോർ ജോയിനിങ് തിൻ ഷീറ്റസ്. ദ എഡ്ജ് ഓഫ് തിൻ ഷീറ്റസ് ആർ ഫോൾഡഡ്, ഹുക്ക്ഡ് ടുഗദർ ആൻഡ് പ്രസ്ഡ് ടു ഫോം എ ജോയിൻറ്റ്. ദ ജോയിൻറ്റ് ക്യാൻ ബി ഓപ്പൺഡ് ബൈ അൺഫോൾഡിംഗ് ദ ഹുക്ക്. തിൻ ആയിട്ടുള്ള ഷീറ്റുകൾ ജോയിൻ ചെയ്യാനാണ് സീമിംഗ് ഉപയോഗിക്കുന്നത്. തിൻ ഷീറ്റുകളുടെ എഡ്ജുകൾ മടക്കി ഹൂക്ക് ഫോം ചെയ്യുന്നു. ആ ഹൂക്കിന് മുകളിലൂടെ പ്രസ് ചെയ്യുന്നത് വഴി മെറ്റൽ ജോയിൻ ആവുന്നു. ഹുക്കിൻ്റെ മടക്ക് നിവർത്തുന്നത് വഴി ജോയിൻറ്റ് ഓപ്പൺ ആവുന്നു. ഷോൾഡറിംഗ്. ഷോൾഡറുകൾ ജോയിന് മീഡിയമായി ഉപയോഗിച്ച് തിൻ മെറ്റലുകളെ ജോയിൻ ചെയ്യുന്ന മെത്തേഡാണ് ഷോൾഡറിംഗ്. ഷോൾഡറിംഗ് പ്രോസസ്സിൽ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ സെലക്ട് ചെയ്യുന്ന ഷോൾഡറുകളുടെ മെൽറ്റിംഗ് പോയിൻറ്റ് ഷോൾഡറിംഗ് ചെയ്യേണ്ട മെറ്റലിൻ്റെ മെൽറ്റിംഗ് പോയിൻറ്റിനേക്കാൾ കുറവായിരിക്കണം. ഷോൾഡറിൻ്റെ മെൽറ്റിംഗ് ടെമ്പറേച്ചർ വരെ മെറ്റലിനെ ചൂടാക്കുന്നത് വഴി ജോയിൻറ്റ് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. അടുത്തത് ബ്രാസിംഗ്. ഷോൾഡറിങ്ങിന് തുല്യമായൊരു മെറ്റൽ ജോയിനിങ് മെത്തേഡാണ് ബ്രാസിംഗ് എന്ന് പറയുന്നത്. ഷോൾഡറിനെ അപേക്ഷിച്ച് ബ്രാസിങ്ങിൽ ജോയിൻറ്റിൻ്റെ സ്ട്രെങ്ത് കൂടുതലായിരിക്കും. ബ്രാസാണ് ഇവിടെ ജോയിനിങ് മീഡിയമായി ഉപയോഗിക്കുന്നത്. ബ്രാസിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ് വരെ മെറ്റലിനെ ചൂടാക്കുന്നത് വഴി ജോയിൻറ്റ് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നു. വെൽഡിംഗ്. അടുത്തതായി വരുന്ന ഒരു മെറ്റൽ ജോയിനിങ് മെത്തേഡാണ് വെൽഡിംഗ് എന്ന് പറയുന്നത്. നമുക്ക് ആദ്യം വെൽഡിങ്ങിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. എ മെറ്റൽ ജോയിനിങ് മെത്തേഡ് ഇൻ വിച്ച് ദ ജോയിനിങ് എഡ്ജസ് ആർ ഹീറ്റഡ് ആൻഡ് ഫ്യൂസ്ഡ് ടുഗദർ വിത്ത് ഓർ വിത്തൗട്ട് ഫില്ലർ മെറ്റൽ ടു ഫോം എ പെർമനൻറ്റ് ഹോമോജീനിയസ് ബോണ്ട് ഓർ ജോയിൻറ്റ് ഈസ് നോൺ ആസ് വെൽഡിംഗ്. വെൽഡിംഗ് എന്ന് പറയുന്നത് ഒരു പെർമനൻറ്റ് ജോയിൻ്റ് ആണ്. ജോയിൻ ചെയ്യേണ്ട മെറ്റൽ പീസുകളുടെ എഡ്ജ് ചൂടാക്കുകയും ഫില്ലർ മെറ്റൽ ഉപയോഗിച്ചോ അല്ലാതെയോ ആ മെറ്റലുകളെ പരസ്പരം കൂട്ടിച്ചേർത്ത് ഒരു പെർമനൻറ്റ് ജോയിൻ്റ് ഉണ്ടാക്കിയെടുക്കുന്നതാണ് വെൽഡിംഗ് എന്ന് പറയുന്നത്. നമുക്കിനി വെൽഡിങ്ങിനെ അപേക്ഷിച്ച് മറ്റ് ജോയിനിങ് മെത്തേഡുകൾക്കുള്ള പോരായ്മകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ആദ്യമായി റിവറ്റിംഗ് അല്ലെങ്കിൽ ബോൾട്ടിങ്ങിൻ്റെ കേസ് എടുക്കാം. റിവറ്റിംഗ് അല്ലെങ്കിൽ ബോൾട്ടിംഗ് വഴി മെറ്റൽ ജോയിൻറ്റ് ചെയ്യുമ്പോൾ
ജോയിൻ്റ് ചെയ്യേണ്ട മെറ്റലിൽ ഹോൾ ഡ്രില്ല് ചെയ്യേണ്ടി വരുന്നു. അതുകൊണ്ട് തന്നെ ജോയിൻ്റ് ചെയ്യേണ്ട മെറ്റലിൻ്റെ സ്ട്രെങ്ത് കുറയുന്നു. ജോയിൻറ്റിന് നമുക്ക് ആവശ്യമായ സ്ട്രെങ്ത് ലഭിക്കുന്നതിന് വേണ്ടി തിക്നെസ് കൂടിയ പ്ലേറ്റുകൾ ഉപയോഗിക്കേണ്ടി വരുന്നു. അതുകൊണ്ട് മെറ്റീരിയൽ കോസ്റ്റ് ഇൻക്രീസ് ആകുന്നു. ഹോൾ ഡ്രില്ല് ചെയ്യുക, റിവറ്റ്, നെറ്റ്, ബോൾട്ട്, വാഷർ എന്നിവയുടെ ഉപയോഗം ഇത്തരം ജോയിൻറ്റുകൾ ഉണ്ടാക്കിയെടുക്കുന്നതിനുള്ള കോസ്റ്റ് വർദ്ധിപ്പിക്കുന്നു. റിവറ്റ് ഹെഡ്, ബോൾട്ട് ഹെഡ്, നെറ്റ് എന്നിവയുടെ പ്രൊജക്ഷൻ മറ്റു ഭാഗങ്ങൾ അസംബ്ലിംഗ് ചെയ്യുന്നതിന് തടസ്സം ഉണ്ടാക്കുകയും പൈപ്പിൽ കൂടിയുള്ള ലിക്വിഡ്, ഗ്യാസ് അല്ലെങ്കിൽ എയറിൻ്റെ യൂണിഫോം ഫ്ലോ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു. ഇനി നമ്മൾ മെറ്റൽ ജോയിൻ ചെയ്യുന്നത് സീമിംഗ് വഴിയാണെങ്കിൽ തിക്നെസ് കുറഞ്ഞ ഷീറ്റുകൾ മാത്രമേ ജോയിൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ബ്രാസിംഗ് അല്ലെങ്കിൽ ഷോൾഡറിംഗ് ആണെങ്കിൽ ജോയിൻറ്റിൽ 300 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ടെമ്പറേച്ചർ വരുന്ന ഭാഗങ്ങളിൽ ഷോൾഡറിങ്ങും 800 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ടെമ്പറേച്ചർ വരുന്ന ഭാഗങ്ങളിൽ ബ്രാസിങ്ങും ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം ഈ ടെമ്പറേച്ചറിൽ ജോയിൻറ്റ് സെപ്പറേറ്റ് ആകും. ഷോൾഡറിംഗ് അല്ലെങ്കിൽ ബ്രാസിങ്ങിൽ ബേസ് മെറ്റലിനെ അപേക്ഷിച്ച് ജോയിൻറ്റിന് വളരെയധികം സ്ട്രെങ്ത് കുറവായിരിക്കും. ഇനി നമുക്ക് വെൽഡിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് എന്തെല്ലാമാണെന്ന് നോക്കാം. ഫസ്റ്റ്, വെൽഡിംഗ് എന്ന് പറയുന്നത് ഒരു പെർമനൻ്റ് പ്രഷർ ടൈറ്റ് ജോയിൻ്റ് ആണ്. രണ്ടാമത്തേത്, ഓക്യുപ്പൈസ് ലെസ് സ്പേസ്. വെൽഡിങ്ങിന് വളരെ കുറച്ച് സ്ഥലം മാത്രമേ ആവശ്യമുള്ളൂ. ഇറ്റ് ഹാസ് ലെസ് വെയിറ്റ് കുറവായിരിക്കും. ഇറ്റ് വിസ്റ്റാൻഡ് ഹൈ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഈക്വൽ ടു ജോയിൻഡ് മെറ്റീരിയൽ. ജോയിൻ ചെയ്യുന്ന മെറ്റീരിയൽ എത്ര പ്രഷറിലും ടെമ്പറേച്ചറിലും വിസ്റ്റാൻഡ് ചെയ്യുമോ അത്ര തന്നെ പ്രഷറിലും ടെമ്പറേച്ചറിലും വെൽഡിംഗ് ജോയിൻറ്റും വിസ്റ്റാൻഡ് ചെയ്യും. ഇറ്റ് ക്യാൻ ബി ഡൺ ക്വിക്ക്ലി. വെൽഡിംഗ് പെട്ടെന്ന് ചെയ്യാൻ സാധിക്കുന്ന ഒരു മെറ്റൽ ജോയിനിങ് മെത്തേഡാണ്. ഗീവ്സ് നോ കളർ ചേഞ്ച് ടു ജോയിൻസ്. ജോയിൻറ്റുകളിൽ കളർ ഡിഫറൻസ് ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല. ഇറ്റ് ഈസ് ദ സ്ട്രോങ്ങസ്റ്റ് ജോയിൻറ്റ് ആൻഡ് എനി ടൈപ്പ് ഓഫ് മെറ്റൽ ഓഫ് എനി തിക്നെസ് ക്യാൻ ബി ജോയിൻഡ്. വെൽഡിംഗ് ഒരു സ്ട്രോങ്ങസ്റ്റ് ജോയിൻ്റ് ആണ്. ഏത് തരത്തിലും തിക്നെസ്സിലുമുള്ള മെറ്റലുകൾ ജോയിൻ ചെയ്യാൻ വെൽഡിങ്ങിലൂടെ സാധിക്കും. വിവിധ തരത്തിലുള്ള വെൽഡിംഗ് മെത്തേഡുകൾ നമുക്ക് പരിചയപ്പെടാം. മെറ്റൽ പീസുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്ന മെത്തേഡിന് അനുസരിച്ച് വെൽഡിംഗ് മെത്തേഡിനെ ഫ്യൂഷൻ മെത്തേഡ്, നോൺ ഫ്യൂഷൻ മെത്തേഡ് എന്നിങ്ങനെ തിരിച്ചിരിക്കുന്നു. ഫ്യൂഷൻ മെത്തേഡിനെ വിത്തൗട്ട് പ്രഷർ, വിത്ത് പ്രഷർ എന്നിങ്ങനെ രണ്ടായി തിരിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ സാധാരണയായി ഉപയോഗിച്ച് വരുന്ന വെൽഡിംഗ് മെത്തേഡാണ് ഫ്യൂഷൻ വെൽഡിംഗ് വിത്തൗട്ട് പ്രഷർ എന്ന് പറയുന്നത്. ജോയിൻ ചെയ്യേണ്ട സിമിലറോ ഡിസിമിലറോ ആയ മെറ്റലുകളുടെ എഡ്ജ് ചൂടാക്കി മെൽറ്റ് ചെയ്യുകയും ഫില്ലർ മെറ്റൽ ഉപയോഗിച്ചോ അല്ലാതെയോ യാതൊരു തരത്തിലുള്ള പ്രഷറും ഉപയോഗിക്കാതെ മെറ്റലുകളെ ജോയിൻ ചെയ്യുന്ന മെത്തേഡാണ് ഫ്യൂഷൻ വെൽഡിംഗ് വിത്തൗട്ട് പ്രഷർ എന്നത്. ആർക്ക് വെൽഡിംഗ്, ഗ്യാസ് വെൽഡിംഗ്, തെർമിറ്റ് വെൽഡിംഗ് എന്നിവ ഫ്യൂഷൻ വെൽഡിംഗ് വിത്തൗട്ട് പ്രഷറിന് ഒരു എക്സാമ്പിളാണ്. ഫ്യൂഷൻ വെൽഡിംഗ് വിത്ത് പ്രഷർ മെത്തേഡിൽ സിമിലർ ആയിട്ടുള്ള മെറ്റലുകൾ പ്ലാസ്റ്റിക് അഥവാ പാർഷ്യലി മോൾട്ടൻ സ്റ്റേജിലോട്ട് ചൂടാക്കുകയും ഫില്ലർ മെറ്റൽ ഉപയോഗിക്കാതെ ഹാമറിങ്ങിലൂടെയോ പ്രസ്സിങ്ങിലൂടെയോ മെറ്റലുകൾ ജോയിൻ ചെയ്യുകയും ചെയ്യുന്നു. ഇത് ഒരു പെർമനൻ്റ് ജോയിൻറ്റ് മെത്തേഡ് തന്നെയാണ്. മെറ്റൽ ചൂടാക്കുന്നതിന് ആവശ്യമായ ഹീറ്റ് സോഴ്സ് ബ്ലാക്ക് സ്മിത്ത് ഫോർജിലൂടെയോ ഇലക്ട്രിക് റെസിസ്റ്റൻസിലൂടെയോ ഫ്രിക്ഷൻ വഴിയോ ലഭിക്കുന്നു. ബ്ലാക്ക് സ്മിത്ത് ഫോർജിലൂടെ മെറ്റൽ ചൂടാക്കി ജോയിൻ ചെയ്യുന്നതിനെ ഫോർജ് വെൽഡിംഗ് എന്നും ഇലക്ട്രിക് റെസിസ്റ്റൻസിലൂടെ മെറ്റൽ ചൂടാക്കി ജോയിൻ ചെയ്യുന്നതിനെ റെസിസ്റ്റൻസ് വെൽഡിംഗ് എന്നും പറയുന്നു. അടുത്തത് നോൺ ഫ്യൂഷൻ വെൽഡിംഗ്. ഇത്തരം മെത്തേഡിൽ സിമിലറോ ഡിസിമിലറോ ആയ മെറ്റലുകൾ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നു. ഇവിടെ ജോയിൻ ചെയ്യേണ്ട ബേസ് മെറ്റലിൻ്റെ എഡ്ജ് മെൽറ്റ് ചെയ്യുന്നില്ല. മെറ്റലുകൾ തമ്മിൽ പ്രഷർ ചെയ്യാതെ ലോ മെൽറ്റിംഗ് പോയിൻറ്റിലുള്ള ഫില്ലർ റോഡ് ഉപയോഗിച്ചാണ് ഇവിടെ ബേസ് മെറ്റലുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്നത്. നമ്മളിന്ന് പഠിച്ചത് ഡിഫറെൻറ്റ് ടൈപ്പ് മെറ്റൽ ജോയിനിങ് മെത്തേഡിനെ കുറിച്ചും വെൽഡിങ്ങിൻ്റെ അഡ്വാൻറ്റേജസിനെ കുറിച്ചും വെൽഡിങ്ങിനെ അപേക്ഷിച്ച് മറ്റു മെറ്റൽ ജോയിനിങ് മെത്തേഡിനുള്ള ലിമിറ്റേഷൻസും വിവിധ തരത്തിലുള്ള വെൽഡിംഗ് മെത്തേഡിനെ കുറിച്ചുമാണ്. അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി കാണാം. താങ്ക്സ്.